വീണ്ടും വാർത്തകളിലേക്ക്. 53 വർഷം ഒഡീഷയിലെ ഗ്രാമീണ ജനതയ്ക്ക് ശുശ്രൂഷകൾ ചെയ്ത ഡോക്ടറായ 98 വയസ്സുള്ള സ്പാനിഷ് മിഷണറി സിസ്റ്ററിനെ പാസ്പോർട്ട് പുതുക്കി നൽകാതെ ഇന്ത്യൻ സർക്കാർ തിരിച്ചയച്ചു. ഗ്രാമീണ ജനത കണ്ണീർ വാർത്തുകൊണ്ട് വിൻസെന്റ് ഡിപോൾ സൊസൈറ്റിയുടെ ഉപവിമക്കൾ സഭാംഗമായ സിസ്റ്റർ എനഡീന സ്വദേശമായ സ്പെയിനിലേക്ക് ഇന്നലെ മടങ്ങി. സിസ്റ്റർ എനഡിനയ്ക്ക് ഒഡീഷയിലെ ഗ്രാമവാസികൾ പ്രണാമം അർപ്പിച്ചു. സ്പെയിൻ തലസ്ഥാനമായ മാഡ്രിഡിൽ നിന്നും 1959 MBBS പാസ്സായ സിസ്റ്റർ എനഡിന 1966 ഒഡീഷയിലെ ബെഹ്റാംപൂരിൽ മിഷണറി വേലയ്ക്കായി എത്തിയത്. അലിഗോണ്ട എന്ന ഗ്രാമത്തിൽ TB ക്ലിനിക്ക് ആരംഭിച്ച സിസ്റ്റർ അവിടെ രോഗികൾക്കായി കിടത്തി ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കി. ഇതോടൊപ്പം OP ചികിത്സയും ആരംഭിച്ചു. 1971 അവർ ഒഡീഷയിലെ ഗജപതി ജില്ലയിൽ ചികിത്സാ സംവിധാനം ഒരുക്കി. പാവപ്പെട്ട ദളിതരുടെയും ഗോത്ര ജനതയുടെയും വീടുകൾ സന്ദർശിച്ച് അവർക്ക് ചികിത്സയും മരുന്നും നൽകുന്നതായിരുന്നു സിസ്റ്റർ എനഡിനയുടെ പ്രധാന ശുശ്രൂഷ. അവർ ഒരു ആരോഗ്യ കേന്ദ്രവും മോഹനയിൽ നിർമ്മല ഗേൾസ് ഹൈസ്കൂളും ആരംഭിച്ചു. അവിടുത്തെ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. മരുന്നിനും അവർക്ക് വളരെ വിശ്വാസമായിരുന്നു. അവർക്ക് ഇൻഫെക്ഷൻസ്, അതായത് അവിടെ താമസിച്ച് അവരുടെ ഇത്ര മാസമുള്ള മെഡിസിനും മരുന്നും ആഹാരവും എല്ലാം അവിടെ കൊടുത്തിരുന്നു. ഒഡീഷയിലെ ജനങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ശുശ്രൂഷയാണ് സിസ്റ്റർ എനഡിനയുടേതെന്ന് വിൻസെൻഷ്യൻ വൈദികൻ നരേഷ് നായക് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ഷെക്കീന ന്യൂസ്. ഷെക്കൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.